നമസ്കാരം. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ കാണാതെ പോയൊരു വാർത്ത ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. ഗോമൂത്രത്തിൽ നിന്നും വൈദ്യുതിയും ജൈവവളവും ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തി പാലക്കാട് IIT-യിലെ ഗവേഷക സംഘം. സയൻസ് ഡയറക്റ്റ് എന്ന ഓൺലൈൻ ജേണലിലാണ് ഗോമൂത്രത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന പരീക്ഷണം സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഗോമൂത്രത്തിലെ പരീക്ഷണം വിജയകരമായതോടെ മനുഷ്യമൂത്രം ഉപയോഗിച്ച പരീക്ഷണത്തിനൊരുങ്ങുകയാണ് ഗവേഷകർ. IIT-യിലെ സിവിൽ എഞ്ചിനീയറിംഗ് വകുപ്പാണ് ഈ ഒരു കണ്ടുപിടുത്തത്തിന് പിന്നിൽ. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീണ ഗംഗാധരൻ, പ്രോജക്ട് സയന്റിസ്റ്റ് ഡോക്ടർ PM ശ്രീജിത്ത്, ഗവേഷക വിദ്യാർത്ഥി V സംഗീത, റിസർച്ച് അസോസിയേറ്റ് റിനു അന്ന കോശി എന്നിവരാണ് ഗവേഷണ സംഘത്തിലുള്ളത്. 2 വർഷം മുമ്പാണ് സംഘം പരീക്ഷണം ആരംഭിച്ചത്. പേറ്റന്റിനും അപേക്ഷിച്ചിട്ടുണ്ട്. അടുത്തിടെ ഹൈദരാബാദിൽ നടന്ന ഇൻവെന്റീവ് മേളയിൽ ഇവരുടെ പ്രോജക്ട് ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. 20,000 രൂപ വരെയാണ് ഈ ഒരു പരീക്ഷണത്തിനുള്ള വസ്തുക്കൾക്കായി ചിലവിട്ടത്. വാണിജ്യാടിസ്ഥാനത്തിൽ തയ്യാറാക്കുമ്പോഴുണ്ടാകുന്ന ചിലവ് കണക്കാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഗവേഷണം നടക്കുന്നത്. ഒരു ചേമ്പറിൽ ശേഖരിച്ച ഗോമൂത്രം ആദ്യം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ചെറു സെല്ലുകളിലേക്ക് മാറ്റുന്നു. പരസ്പര ബന്ധിതമായ ഈ സെല്ലുകൾക്കുള്ളിൽ ആനോഡായി മഗ്നീഷ്യം ഇലക്ട്രോഡും കാഥോഡായി എയർ കാഥോഡും ഉപയോഗിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ 50 സെല്ലുകളാണ് ഉപയോഗിച്ചത്. ഒരു സെല്ലിൽ 100 മില്ലിമീറ്റർ ഗോമൂത്രമാണ് ശേഖരിക്കുന്നത്. മൂത്രവും ഇലക്ട്രോഡുകളുമായുള്ള രാസപ്രവർത്തനത്തിലൂടെയാണ് വൈദ്യുതി ഉണ്ടാവുന്നത്. 10 എണ്ണമുള്ള ഒരു സെറ്റിൽ നിന്ന് ശരാശരി 1.5 വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി. ഈ വൈദ്യുതി ഉപയോഗിച്ച് മൊബൈൽ ഫോൺ, എമർജൻസി വിളക്ക് എന്നിവ ചാർജ് ചെയ്യാൻ സാധിക്കും. LED വിളക്കുകൾ കത്തിക്കുന്നുമുണ്ട്. മനുഷ്യമൂത്രം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പരീക്ഷണം വിജയിച്ചാൽ ഷോപ്പിംഗ് മാളുകൾ, സ്കൂളുകൾ, സിനിമാ തിയേറ്ററുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ സംവിധാനം സ്ഥാപിച്ച് വൈദ്യുതിയും വളവും ഉൽപ്പാദിപ്പിക്കാനാകുമെന്ന് സംഘം പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.